ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഇവിടെ വിഷു ഈസ്റ്റർ സെലിബ്രേഷൻ ആണെന്ന്. അതിൻ്റെ ലാസ്റ്റ് പ്രാക്ടീസിലേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. രാത്രിയാണ് ഞങ്ങൾക്ക് ആ ഒരു ക്ലബ്ബ് തന്നത്. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എല്ലാവരും രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഈ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, അതിനൊക്കെയുള്ള കാര്യങ്ങളായിട്ട് എല്ലാവരും തന്നെ അന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. സിബിച്ചേട്ടനും ചേട്ടന്മാരുടെ ടീംസ് എല്ലാവരും കൂടെ മേളിൽ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തകർത്ത് നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, രാത്രി 10 മണിക്ക് ക്ലബ്ബും കിട്ടി രാത്രി 10 മണിക്കാണ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ സ്റ്റേജിൽ കയറി ഒന്ന് ഫൈനൽ പ്രാക്ടീസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ. ഇത് ഞങ്ങളുടെ ഏൽക്കുട്ടിയാട്ടോ. ഇവളുടെ ഒരു വീഡിയോ എൻ്റെ ഒരു റീൽസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ഈ ഒരു വീഡിയോ അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടോ. അപ്പം 8.4K ഒക്കെ ഉണ്ടായിരുന്നു. സോ ഹാപ്പി. എത്തിയില്ല താരം. ഇത് എൻ്റെ സുമ ചേച്ചിയുടെ കൂടെ ഇരിക്കുന്ന മകനാണ് ജെറോം. അന്ന് രാത്രി എനിക്ക് സ്പെഷ്യൽ ലാം ബിരിയാണി ആയിരുന്നു സുമ ചേച്ചിയുടെ വക. താങ്ക്സ് ചേച്ചി. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ പ്രാക്ടീസ് സ്റ്റേജിന് പുറത്തുള്ളത് കേട്ടോ. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ആകെ 2 ദിവസമാണ് ഇതിന് മുന്നേ എല്ലാവരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് 2-3 പേരൊക്കെ ആയിരുന്നു പ്രാക്ടീസ്. എനിവേ അടിപൊളി. ഇത് ചേട്ടന്മാരുടെ സെഷൻ, അവരുടെ ഫൈനൽ റിഹേഴ്സലാണ്. നെക്സ്റ്റ് ഡേ അവർ സ്റ്റേജിലേക്ക് കയറുന്നതാണ്. വളരെ രസമായിരുന്നു അവരുടെ പെർഫോമൻസ് കേട്ടോ. അതിൻ്റെ കൂടെ പ്രിൻസ് ചേട്ടൻ്റെ അനൗൺസ്മെൻറ്റും അടിപൊളി. ഈ ഒറ്റക്ക് കളിക്കുന്ന ചേട്ടൻ്റെ വൈഫാണ് ഈ ഇരുന്ന് ആസ്വദിക്കുന്നത് ഞങ്ങളുടെ രാജി ചേച്ചി. ഞങ്ങളുടെ ഇവിടെ മാർഗംകളി സെക്ഷനിലുണ്ടായിരുന്നു കേട്ടോ രാജി ചേച്ചി വളരെ മനോഹരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു വിടുന്നുണ്ട് ചേട്ടൻ്റെ നൃത്ത ചുവടുകളെ. ഇത് നമ്മുടെ ടീമിലെ ചേട്ടന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു സ്പെഷ്യൽ കോമഡി സ്കിറ്റ് ചെയ്തായിരുന്നു. ഞങ്ങളെല്ലാവരും ചിരിച്ച് അവശരായിപ്പോയി. വളരെ മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ മാർഗംകളിയാണ്. ആക്ച്വലി മാർഗംകളിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീം ബോയ്സിൻ്റെ അതിമനോഹരമായ പ്രകടനമാണ് ഈ കാണുന്നത്. അയ്യോ, എല്ലാ കുട്ടികളും നന്നായിട്ട് കളിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ഘാടനത്തിനായി വിളിച്ചത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡയറക്ടർ കാത്രിൻ കെന്നിയാണ്. അതിൻ്റെ കൂടെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് MNI, മൈഗ്രൻ്റ് നഴ്സിംഗ് അയർലൻഡ് നഴ്സിംഗ് അസോസിയേഷൻ, INMOയുടെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് MNI. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു സ്നാക്ക് ടൈം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു കേട്ടോ.
அப்படியே கரண்ட் பாயும் அங்கே നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോഴാണ് ചോദിക്കാൻ മകൻ വീട്ടുകാരെ പൊടി ഈ ഗാനമേള പാട്ട് പാടുന്നതും ഇതെല്ലാം അറേഞ്ച് ചെയ്തതും എല്ലാം നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ആളുകൾ തന്നെയായിരുന്നു. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ അവിടെ ഒരാളെ പോലും കണ്ടില്ല, ആരും ഇറങ്ങി തുള്ളാത്തവരായിട്ട്. എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിരുന്നു, ഡാൻസ് കളിക്കാനും തുള്ളാനും എല്ലാവരും ഒരുമിച്ച് കൂടി. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ DJ സെഷൻ. ഈ കൂട്ടത്തിൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കോർട്ടൊക്കെ ഓപ്പൺ ആയി. ആക്ച്വലി ഞാൻ അത്ര ഡെസേർട്ട് ഫാനൊന്നുമല്ല കേട്ടോ, പക്ഷെ അന്നത്തെ ഡെസേർട്ട് അടിപൊളിയായിരുന്നു. തണുപ്പൊന്നുമില്ല, പക്ഷെ ഇറ്റ്സ് ലൈക്ക് പുഡിംഗ് ആണ്, മാംഗോ ഫ്ലേവേർഡ് ആണ്, ബട്ട് നൈസായിരുന്നു. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടു തരുന്ന അപ്പം, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു, പാനിപൂരി, പിന്നെ ഈ പിക്കിൾസ് ഇല്ലേ, ഈ ഉപ്പിലിട്ട ആ ഒരു സെക്ഷൻസ്, അങ്ങനെ കുറേ. ഞാനിപ്പോൾ ഈ പാനിപൂരി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിരുന്നു. അതിൽ പിക്കിളൊക്കെ ഇട്ടിട്ട്, മാംഗോ പിക്കിളൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു ഫ്ലേവേർഡായിരുന്നു. അയ്യോ, അത് നല്ലതായിരുന്നു കേട്ടോ. ആക്ച്വലി ഒരു വേറൊരു സ്റ്റൈലായിരുന്നു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ചു. അയ്യോ, അയർലൻഡിൽ വന്നിട്ട് ആക്ച്വലി നമുക്കൊരു 1.5 മാസത്തോളമായി. പക്ഷേ അതിന് ശേഷം ആ നാട്ടിലത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു മൂഡും ആ ഒരു ഫീലൊക്കെ നമുക്ക് ആ ഒരു ദിവസം കിട്ടി. സത്യം പറയാലോ ഫ്രണ്ട്സ്, എൻ്റെ വയറ് നിറഞ്ഞ് കവിഞ്ഞു പോയി, പൊട്ടു വന്ന നിമിഷമായി ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ക്ലീനിങ് സെഷനാണ് കേട്ടോ ഇത്. ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാവരും തന്നെ ക്ലീൻ ചെയ്തു കേട്ടോ. ആ ഒരു രാത്രി തന്നെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ആ ഒരു ക്ലബിൽ നിന്ന് ഇറങ്ങിയത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചവശരായി ഇരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ചാനലിൽ നല്ല പ്രോത്സാഹനം കേട്ടോ അവിടെ. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു ഈസ്റ്റർ സെലിബ്രേഷൻ ഇവിടെ ഈ അയർലൻഡിൽ. ഞങ്ങൾക്കിതെല്ലാം ഒരു പുതുമയാണ്, കാരണം വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ. സോ ഇങ്ങനെ ഒരു ടീമിനെ കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമായിട്ട് തോന്നുകയാണ്. ഇനിയും മുന്നിലേക്ക് വരുന്ന ഇതുപോലുള്ള ഈവൻറ്റ്സ് എല്ലാം മനോഹരമാക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഈ പരിപാടിയിലുണ്ടായിരുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.